എന്തോ ഒരെണ്ണം കണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അഡ്രസ്സിൽ. ആ ഇത് തന്നെ. ഈയിടെ ഇന്റർവ്യൂ മെമ്പർ ഒന്നും കാണുന്നില്ലല്ലോ 2-3 മാസമായിട്ട്. ഓ, ഞാനെന്തിനാ അപ്ലൈ ചെയ്യാറില്ല. അങ്ങനെ മനസ്സുകൊടുത്താൽ എങ്ങനാ? ശ്രമിച്ചോണ്ടിരിക്കണം. ബ്രൂസിന്റെ കഥ പഠിച്ചിട്ടില്ലയോ? അങ്ങനെ തന്നെ അങ്ങ് എഴുതുകയാണോ? അല്ലാതെ പിന്നെ എങ്ങനെ എഴുതാനാ? ഒന്നുകിൽ വേണം, അല്ലെങ്കിൽ വേണ്ട. ഇതിനിടയിൽ കിടന്ന് ചളാവള പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ എന്നെ കിട്ടില്ല. അതല്ല, കുറച്ചുകൂടെ സമയം എടുത്താലോചിച്ചിട്ട് തീയതി നിശ്ചയിക്കാൻ അവരിങ്ങോട്ട് പെട്ടെന്ന് ചാടിക്കയറി വരികയെന്നൊക്കെ പറഞ്ഞാൽ അവർക്കവിടെ വേറെ പെണ്ണിനെ കിട്ടാതെ നോക്കിയിരിക്കില്ലയോ? എനിക്കെന്തോ ആ ചെറുക്കനെ അത്ര പിടിച്ചില്ല. സിന്ധുവിന് അത്ര തൃപ്തിയാണെന്ന് തോന്നുന്നില്ല. അവക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, ഞാൻ ചോദിച്ചതാ. അത് നീ പറയണ്ട. അത് അവൾ അങ്ങനെ അങ്ങ് പറഞ്ഞെന്ന് വെച്ച്? ഒന്നാമത് അവരങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ല. ഇക്കാലത്ത് അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ സർക്കാർ സ്കൂളിലെ അധ്യാപകനെന്ന് പറഞ്ഞാൽ ആർക്കൊരു ആക്ഷേപം പറയാനുമില്ല. കാണാനും എനിക്ക് വൃത്തികേടൊന്നും തോന്നിയില്ല. ഇതിൽ കൂടുതലൊക്കെ പ്രതീക്ഷിക്കാൻ നിന്റെ മക്കൾ ഇവിടെ എന്തായിരിക്കുന്നേ? എന്തുണ്ടെന്നുള്ളത് മാത്രമാണോ ഒരു പെണ്ണെന്ന് പറയുമ്പോ? എന്റെ മോക്ക് നല്ല ചൊല്ലും വിളിയും ഉണ്ട്, കാണാനും നല്ലതാ. അവനും കൂടെ ഒരു ജോലിയായിട്ട് മതിയായിരുന്നു. അത് നടന്നു. അദ്ദേഹത്തെ ഉദ്യോഗസ്ഥനാക്കി ശമ്പളം മേടിച്ചിട്ട് പണി കഴിക്കാതിരിക്കുകയാണോ? ഉടനെ നടന്ന പോലെ തന്നെ. എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ചെയ്തോണ്ടാട്ടെ. ഇനി അതും പറഞ്ഞ് അവനെ കുറ്റം പറയാൻ തുടങ്ങണ്ട. ഒന്നാമത് അവനാകെ മനസ്സ് വന്നിരിക്കുക, അതിന്റെ കൂടെ ഇനി അതും പറഞ്ഞ്. ഈ അമ്മയ്ക്ക് സംസാരിക്കാനേ അറിയത്തില്ല. നിനക്ക് ഈ കല്യാണം ഇഷ്ടമാണോ? സത്യം പറ. നിന്റെ കല്യാണം എന്ന് പറയുമ്പോ ഞാൻ ഒരുപാടൊക്കെ മനസ്സിൽ കണ്ടിരുന്നു. ഏതാണ്ടല്ല എനിക്കല്ല ഇവിടെ വോയിസ് ഇല്ലാതെ ഉള്ളൂ. നിനക്ക് പറഞ്ഞൂടെ? ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാന്ന് പറയണം. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ഹായ്, ആളുണ്ടല്ലോ. അതൊക്കെ കേശവള്ള സാർ പറഞ്ഞ ഡിസിപ്ലിനാ. ഇത് നമ്മുടെ കുട്ടിയുടെ ചേട്ടൻ. ഇതറിയാലോ, പയ്യന്റെ ഫാദർ. ഇത് ഇദ്ദേഹത്തിന്റെ അനിയൻ. ഹലോ, അന്ന് കണ്ടല്ലോ. ഇത് അദ്ദേഹത്തിന്റെ അമ്മാവൻ തൃക്കോട്ടൽ ഗോവിന്ദപിള്ള എന്ന് പറയും. കേട്ടിട്ടുണ്ട്. പിന്നെ എന്നെ മനസ്സിലാക്കണമല്ലോ, സംബന്ധക്കാരൻ അളിയൻ സുന്ദരേശൻ നായർ, ട്രഷറിൽ വർക്ക് ചെയ്യുന്ന. മനസ്സിലായി. വന്നട്ടെ. വഴി കുറെ ഉണ്ടോ? ഒരു 1/4 മണിക്കൂർ. വന്നട്ടെ. ഇത്തവണ മാമന്മാരെ ആരെയും കൊണ്ടുവന്നില്ല. കൊടുക്കൽ വാങ്ങലും കണക്ക് പറച്ചിലൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് നമ്മൾ മാത്രമായിട്ട് കൂടി തീരുമാനിച്ചാൽ മതിയല്ലോ എന്ന് കണ്ടു. അതെ. അപ്പൊ അടുത്ത മാസം 11-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി നിശ്ചയം. എന്നിട്ട് ജൂണിൽ നല്ല നേരം നോക്കി ഒരു ചടങ്ങും. അങ്ങനെ അല്ലയോന്നാ? നിശ്ചയത്തിന്റെ തീയതി ഇപ്പൊ തീരുമാനിച്ചാൽ മതി. നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയാ. അതെ, പിന്നെ എല്ലാവരും ധാരണയില്ല. അതങ്ങനെ തന്നെയാ. എങ്കിലിപ്പോ നമ്മൾ ആളുകളോട് പറയുമ്പോ
ഈ ഫോട്ടോ കാണുമ്പം അങ്ങനെ ദൂഷ്യമൊന്നും തോന്നുന്നില്ല. കളറിലായതിന്റെയാ. അമ്മ ആളെ കണ്ടല്ലേ? വിശ്വം വിശ്വം അവരിറങ്ങാൻ തുടങ്ങായിരിക്കും. വിശ്വനാഥൻ ചെല്ല. ഇവരിറങ്ങാൻ തുടങ്ങായിരുന്നു. നിന്നെ കൂടി ഒന്ന് കണ്ടേച്ച്. ഇത് സാറിന്റെ മൂത്ത മകൻ. ആ, മൂത്തത് കളയതും എല്ലാം കൂടി ഒന്നേ ഉള്ളൂ. നേരത്തെ കണ്ടല്ലോ മകൻ നമ്മളെ വോട്ട് ചട്ടിയില്. കണ്ടു. നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഇല്ല, അങ്ങനെ ഒരു പരിചയം തോന്നുന്നില്ല. അങ്ങനെ വലിയ പരിചയമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാൻ പോണ നിലയ്ക്ക് ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഇല്ല, ഓർമ്മ വരുന്നില്ല. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഒരു 2.5-3 കൊല്ലം മുമ്പ്. ഏയ്, ഞാനെന്നൊക്കെ ട്രിവാൻഡ്രത്ത് പഠിക്കുക, കോളേജില്ല. മൂവാറ്റുപുഴയും തിരുവനന്തപുരം തമ്മിൽ അത്ര വലിയ ദൂരം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്താ അമ്മാവാ? അത് പറഞ്ഞാൽ ഇവിടെ ഇപ്പം പുള്ളി ഏൽക്കാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാൻ തന്നെ അങ്ങ് പറയാം. ഞാൻ ഈ പൈതലാനെ കണ്ടിട്ടുണ്ട് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച്. അല്ല, ഓർമ്മയില്ലെന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാനും കൂടെ ചേർന്ന ഈ ചെറുപ്പക്കാരനെ വളഞ്ഞുകൂടി പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ഒരു യാത്രക്കാരന്റെ പോക്കറ്റ് അടിച്ചതിന്. ഇപ്പൊ പിടി കിട്ടിയോ? നിങ്ങൾക്ക് ആള് മാറിയിരിക്കും. എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എടാ കുഞ്ഞേ, തൃക്കോട്ടയിൽ ഗോവിന്ദപിള്ളയ്ക്ക് ബുദ്ധിക്ക് യാതൊരു പതർച്ചയില്ല. പ്രായം കുറെ ആയിന്ന് വെച്ച് കേട്ടോ. നിന്റെ പുറത്തിട്ടൊരു വീക്ക് എന്നെ പെരുപ്പ് എന്റെ കയ്യിൽ നിന്ന് ഇനിയും മാറിയിട്ടില്ല. ഇദ്ദേഹം വേറെ ആരെയുണ്ടോ കണ്ട് തെറ്റിദ്ധരിച്ചിട്ട്? ആഹാ, പിന്നെ ഉരുളാൻ നോക്കാണോ? അനിയ, എന്റെ ഇത്രയും സ്ഥലത്തിന് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. എന്തോന്നാ? അതിപ്പോ മനസ്സിലായി. നീ പോണ പുറത്ത്. അച്ഛ, ഇത് വെറും ഒരു കൺഫ്യൂഷന്റെ പുറത്ത്. എന്നോട് പോകാനാ പറഞ്ഞേ. വിശ്വം, നീ ഇനി വരാൻ. വിശ്വം, വിശ്വം, എടാ വിശ്വം. തട്ടിപ്പൊളിക്കൊന്നും വേണ്ട, ഞാൻ തൂങ്ങിച്ചിട്ടും പറ്റൂല. അവരെന്ത് പറഞ്ഞാ? നിന്റെ ആ കിഴവൻ എന്തോ വട്ട് പറഞ്ഞെന്ന് വെച്ച്. കിഴവന് വിട്ടൊന്നുമില്ല, നല്ല സ്വഭാവമുണ്ട്. എന്തിനാ കൂടുതൽ? ഉപകാരമൊന്നുമില്ലെങ്കിലും ഉപദ്രവത്തിന് കൊടുത്താൽ മതിയല്ലോ. എവിടെ എനിക്ക് എവിടെ അറിയാവൻ? എടാ എടാ വിശ്വം, പറയടാ, എന്താ ഉണ്ടായത്? പറ. ഒന്നും ഉണ്ടായിട്ടില്ല അച്ഛാ, അങ്ങനെ ആള് മാറിയതാ. എന്നെ പോലെ ഇരിക്കുന്ന വേറെ ആരെയോ കണ്ടിട്ട്. സത്യം പറയടാ. എന്താ അവിടെ? വാതിൽ തുറക്കൂ. തുറക്കാൻ. നേരെ പറഞ്ഞു നിന്നെ ഞാൻ വിടൂ. അച്ഛനോട് ഞാൻ നേരെ പറയൂ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്താ ഇത്? വാതിൽ തുറക്കാൻ. എന്നെങ്കിലും ഒരിക്കൽ അച്ഛനത് ബോധ്യമാകും. അച്ഛനെന്തിനാ ദേഷ്യപ്പെട്ടത്? ഏയ്, ചുമ്മാ. അറിഞ്ഞല്ലോ, സംഗതി അലങ്ങി. അറിഞ്ഞു. നിനക്കതിൽ പ്രയാസമൊന്നുമില്ലേ? സന്തോഷമാണോ? ഉം. ഹാവൂ, ഏതായാലും അദ്ദേഹം കാരണം അങ്ങനെ ചില സഹായങ്ങളും ഉണ്ട്. അത്രയും നല്ലത്. ആര് കാരണം? അല്ല, അത് ഞാൻ നമ്മുടെ ദൈവത്തിന്റെ കാര്യം പറയായിരുന്നേ. ഒരു ദൈവഭക്തൻ. ഹാ ബൽബാന്ധവാ,